ആദ്യത്തെ പേപ്പർ ചെയ്ത് തുടങ്ങിയപ്പം വിചാരിച്ചതല്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തെത്തും എന്നുള്ളത്. ലാസ്റ്റ് പേപ്പർ ആയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ റിസൾട്ട് വന്ന ടൈമിൽ അഫിലിയേറ്റ് ആയി എന്ന് പറയാനായിട്ട് ഇന്ന് ഒത്തിരി ആൾക്കാർ എന്നെ വിഷ് ചെയ്തു. അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നുണ്ട്. റിസൾട്ട് വരുന്ന ദിവസം നമുക്കൊരു ടെൻഷൻ്റെ ദിവസമാണ്. ഇന്ന് പാസ്സായെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ വളരെ കാലമായിട്ട് ഇങ്ങനെ ഓരോരോ പേപ്പർ വെച്ച് ചെയ്ത് ലാസ്റ്റ് ഇത് തീരാറായി കഴിഞ്ഞു എന്നുള്ള ഒരു മൊമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു ACCA ചെയ്തത്. ഞങ്ങളുടെ കോളേജുകളിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ വന്ന് അവർ പ്രൊമോഷനൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്യ ഇത്തിരി കൂടി ബെറ്ററാന്ന് തോന്നി. കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ചേരുന്നതും പിന്നെ അവരുടെ റിവ്യൂസൊക്കെ കണ്ട് നോക്കി ലക്ഷ്യ ചൂസ് ചെയ്തതാണ്. നമ്മളെ കോവിഡിൻ്റെ ഒരു ടൈമില്ലേ, ആ ടൈമിലാണ് ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയത്. അന്നേരം എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയി, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഓൺലൈൻ ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാൻ ലക്ഷ്യയിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്തതാണ്. ക്ലാസ്സസ് എല്ലാം വളരെ സ്മൂത്തായിരുന്നു. എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാൻ ഓൺലൈനിൽ തന്നെയാണ് ചെയ്തത്. ഞാൻ ചെയ്ത എല്ലാ പേപ്പേഴ്സും ഓൺലൈനിലാണ് ചെയ്തത്. മിക്ക പേപ്പേഴ്സും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ബികോം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണം എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ട് വന്നു. അപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കസിൻ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു കോളേജിൽ തന്നെ ഡിഗ്രി പഠിച്ച് PGയും ചെയ്ത് MCOM ചെയ്ത് പാസ് ഔട്ട് ആയ ആളാണ്. അപ്പം പുള്ളിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. അത് ബിഗ് 4ൽ തന്നെ കിട്ടി. അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളൊരു ചെറിയ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടേണ്ട ഒരു രീതിയിലല്ലായിരുന്നു എൻ്റെ ലെവല്. അപ്പോൾ പിന്നെ ഞാൻ കസിനായിട്ട് സംസാരിച്ചപ്പം പുള്ളിയാണ് പറഞ്ഞത് ACCA ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോള് കിട്ടും, വേറെ ഒരു ഇതുമില്ല, പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് കസിനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ACCA എടുത്തു, കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 9 പേപ്പേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബിഗ് 4ന്ന് കോള് വന്നിട്ടുണ്ട്.